ഹലോ, നമ്മളൊരു വീഡിയോയിൽ നമ്മുടെ കമ്പോസ്റ്റ് നമ്മൾ വാഴയുടെ കടക്കിൽ തയ്യാറാക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ വാഴയുടെ കടയ്ക്ക് നമ്മൾ പച്ചക്കറി വേസ്റ്റുകളൊക്കെ വെജിറ്റബിളിൻ്റെ അല്ലെങ്കിൽ വീട്ടിലെ വേസ്റ്റുകളൊക്കെ ഇട്ടിട്ട് മണ്ണ് മൂടിയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലൊരു വളമായി തീരും. അതിന് ശേഷം അത് നമ്മൾ പച്ചക്കറികളുടെയും ചെടികളുടെയൊക്കെ കടക്കിട്ട് കൊടുക്കാം. വളരെ ഈസി മെത്തേഡാണ് ഇത്. അപ്പോൾ ഇത് നമ്മൾ ഈ കമ്പോസ്റ്റ് നമ്മൾ വാഴയുടെ കടക്കിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെടിയുടെ ഒരു പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് വിത്ത് പാകാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ച് ഞാൻ ആദ്യം ഈ കമ്പോസ്റ്റിൻ്റെ വളം കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വേറെ നല്ല മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് മേലെ. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തതിനുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ പാകുമ്പോൾ തന്നെ അടിവളമായിട്ട് നമ്മൾ നല്ല വളമാണ് അടിയിൽ കിടക്കുന്നത്. അപ്പോൾ മുളച്ച് വരുന്ന ചെടികളുടെ തൈകൾക്ക് നല്ല കരുത്തുണ്ടാവും. അതിനാണ് ആദ്യമേ തന്നെ അടിവളമായിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അവയുടെ വേരുകൾ ഫസ്റ്റിൽ തന്നെ വേര് പിടിച്ച് വരുമ്പോൾ നല്ല കരുത്തോട് കൂടിയിട്ട് വളർന്നു കിട്ടും. അപ്പോൾ നമ്മൾ എന്താണെന്ന് പാകാനായിട്ട് പോകുന്നത് വെച്ചാൽ പപ്പക്കായയുടെ കുരുവാണ്. നമ്മൾ വീട്ടിൽ പപ്പക്കായ കിട്ടിയപ്പോൾ അതിൽ നിന്നുള്ള കുരു മാറ്റി വെച്ചിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കുരുക്കളൊക്കെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ കുരു കുറച്ച് നാൾ നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും മാറ്റി വെച്ചിട്ട്. അപ്പോൾ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാം. ആവശ്യം വരുമ്പോൾ നമുക്ക് കിട്ടാത്ത സന്ദർഭങ്ങളിൽ ഇതിൻ്റെ കുരു പാകിയിട്ട് പപ്പത്തൈ മുളപ്പിക്കാൻ നമുക്ക് ഈ കുരു നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ. അപ്പോൾ കുറച്ച് കാലങ്ങളൊക്കെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ പൊതുവെ ആദ്യമേ ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ഉണക്കി എടുത്ത് വയ്ക്കും. ആവശ്യം വരുമ്പോൾ അതിന് നമുക്ക് എപ്പോഴും നമുക്ക് പപ്പക്കായൊന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കിട്ടാത്ത അവസരത്തിൽ ഇതെടുത്തിട്ട് പാകിയിട്ട് മുളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ചെടിയുടെ ചട്ടിയിൽ ഇത് പാകിയിട്ടിട്ട് അതിൻ്റെ മേലെ പിന്നെ കുറച്ചും കൂടി ചുവന്ന മണ്ണ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടിയിൽ നന്നായിട്ട് നനയുന്ന രീതിയിൽ നമ്മൾ തോനെ വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ചെയ്ത് വെച്ചിട്ട് മതി. നമുക്ക് ഈ തെയ്യൊക്കെ നല്ല കരുത്തോട് കൂടിയിട്ട് വളർന്ന് കിട്ടും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പഴയ പൊട്ടിയ ചട്ടിയോ വേറെ പഴയ കവറോ പ്ലാസ്റ്റിക്കിൻ്റെ മറ്റേ സഞ്ചിയുടെയോ ചാക്കിൻ്റെയോ എന്ത് വേണമെങ്കിൽ എടുത്തിട്ട് നമുക്ക് വിത്ത് പാകാനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നല്ല ചട്ടിയൊന്നും വേണമെന്നൊന്നുമില്ല. നമ്മളെ സൗകര്യാർത്ഥം നമുക്ക് ഏത് വേണമെങ്കിലും മണ്ണ് ഇങ്ങനെ കമ്പോസ്റ്റാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല കരുത്തുള്ള തൈകൾ മുളച്ച് വരും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാൻ നല്ലതാണ്.